മുള്ളാണി നിരത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഏറ്റവും വലിയ കണ്ടെയ്നറുകളെ കൊണ്ട് നിരത്തി അതിന് മുകളിൽ മുള്ളുവേലി കെട്ടി. ആരോടാണ് ഇവർ ചെയ്തത്? ഇവരാണോ കർഷകന്റെ രോദനം കേൾക്കുന്നത്? ഞങ്ങളൊരു സ്വിച്ചിട്ട് 6000 ഉലുവ കൊടുത്തു എന്നാ പറഞ്ഞു. 6000 ഉലുവ. ഈ വ്യക്തി പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. കാരണം ഇവര് നെൽകർഷകരെ പറ്റി വാദോരാതെ സംസാരിക്കുന്നു. ഓരോരുത്തർ കൂടെ കർഷകർ എന്ന് പറയുമ്പം നെൽകർഷകർ മാത്രമല്ല, റബ്ബർ കർഷകർ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 70% മേളിൽ റബ്ബർ കർഷകരാണ് ഉള്ളത്. അവരെ പറ്റി ഇവരുടെ വോട്ടിന് ജയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ വാഗ്ദാനം റബ്ബർ കർഷകരുടെ റബ്ബറിന്റെ തറവില 250 രൂപയാക്കുമെന്നായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഇവർ കയറി 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ 7ാമത്തെയോ 6ാമത്തെയോ വർഷമാണ്. ഇതുവരെ ഇവരത് പാലിച്ചു കണ്ടിട്ടില്ല. ഒന്നുമില്ലെങ്കിലും റബ്ബർ കർഷകർക്കും എല്ലാ കർഷകർക്കും 6000 രൂപയെങ്കിൽ 6000 രൂപ കൊടുക്കാനുള്ളൊരു മനസ്സെങ്കിലും BJPക്ക് ഉണ്ടായി, അല്ലെ മോദിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ വരെ ഇവിടെ പുച്ഛിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ തോന്നുന്നത്. കാരണം ഒന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് വേറെ ഒരാളുടെ അധികാരത്തിൽ ഏറിയ സമയത്ത് വാഗ്ദാനം വിശ്വസിച്ച് വോട്ട് ചെയ്തവരാണ് റബ്ബർ കർഷകരിൽ ഭൂരിഭാഗം പേരും. ഇവര് കയറിയ സമയം തൊട്ട് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വിഭാഗം തന്നെ റബ്ബർ കർഷകരാണ്. 150 അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ഇരുന്ന സമയത്ത് 280 രൂപ വരെ കിലോയ്ക്ക് വില എത്തിയത് ഇവർ വന്നപ്പോഴത്തേക്ക് ഒറ്റയടിക്കാണ് 80 രൂപയിലോട്ട് പോയത്. എന്തോരം റബ്ബർ കർഷക കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഇവർ പറയുന്നില്ല. ഇപ്പൊ ഈ 6000 രൂപയെ BJP കൊടുത്ത 6000 രൂപ അത്രയ്ക്ക് ഇതായിട്ട് പുച്ഛിച്ച് പറയുന്ന ഈ വ്യക്തി റബ്ബർ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വോട്ടിൻ്റെ സമയത്ത് മാത്രം അവരുടെ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കർഷകർക്ക് വേണ്ടിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന വാക്കുകളാണ് ഇവിടെ കാണുന്നത്. എനിക്കിത് കാണുമ്പം വെറും പുച്ഛവും അതുപോലെ തന്നെ കാരണം നേരിട്ട് സ്ട്രഗിൾ ചെയ്ത് കർഷകർക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തർക്കിക്കുന്ന ഈ സമയത്ത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ഇവർ ചോദിക്കേണ്ട കാര്യമാണ് ആർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. സ്വന്തം കുടുംബം നന്നാക്കാൻ ശ്രമിക്കുകയല്ലാതെ ഈ ഭരണകർത്താക്കളായിട്ട് നിൽക്കാൻ വേണ്ടി ഇത് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടെന്നൊന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.